ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കൂന്തൽ നിറച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു ഇത്. പക്ഷേ ഞാൻ കുറേ നാളായി കേട്ടോ ഇത് ആക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ പിന്നെ സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടില്ല. ഈ പ്രാവശ്യം നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ കൂന്തലാണെങ്കിൽ ഭയങ്കര വണ്ണാണ് കേട്ടോ. ഇത്ര വലിപ്പമുള്ളത് നിറയ്ക്കുന്നതിനേക്കാളും നല്ല ചെറിയ ചെറിയത് നിറയ്ക്കുന്നതാണ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിന്. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്. പക്ഷേ പിന്നെ അങ്ങനെ നരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാനെല്ലാം ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം സൈസിലുള്ള കൂന്തലാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ലതാണ്. ടേസ്റ്റ് അതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള കൂന്തലാണ് എടുത്തിന് കേട്ടോ. അപ്പോൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തലൊന്ന് മുളകെല്ലാം ഒന്ന് പെരക്കി വെക്കണം കേട്ടോ. എന്നാലും അതിൻ്റെ ആ ഒരു ഉപ്പും മുളകെല്ലാം അതിൻ്റെ പിടിക്കൂ. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് മതി കേട്ടോ, വെള്ളം അധികമൊന്നും വേണ്ട. അപ്പോൾ അതാ ഞാനങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൂന്തലിട്ടിട്ട് കൂന്തലിൻ്റെ ഉൾഭാഗത്തും അതുപോലെ തന്നെ പുറം ഭാഗത്തെല്ലാം മുളകൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു കൂന്തലിൻ്റെ ഉപ്പൊക്കെ പിടിക്കും. അല്ലാണ്ട് എന്താ പറയുക, പൊതുവേ കൂന്തൽ കഴിക്കുമ്പോൾ ഒരു റബ്ബർ കടിക്കുന്ന പോലത്തെ ഒരു ഇതല്ലേ, ടെക്സ്ചറല്ലേ ആ കൂന്തലിന്. അപ്പോൾ അങ്ങനെ മുളകും ഉപ്പൊക്കെ പെരക്കി വെച്ചാൽ നമ്മൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ചെമ്മീനെല്ലാം കഴിക്കുന്ന പോലെ ഇത് ഉണ്ടാകുക. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി അങ്ങനെയെല്ലാം ഇടാം കേട്ടോ. പക്ഷെ ഞാനൊരു നാടൻ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ പൊടികളൊന്നും അങ്ങനെ ഇടായിന്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1-2 ടീസ്പൂൺ വരെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിന്, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏകദേശം ഇറച്ചിടലാക്കുന്ന ആ ഒരു മസാലയാണ് കേട്ടോ നമുക്കിതിന് ഫില്ലിംഗ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ആക്കുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ വലിയതായതുകൊണ്ടാണ് ഇത്ര അധികം ഉള്ളിയെല്ലാം എടുത്തിന്. ചെറിയ ചെറിയ കൂന്തലാണെങ്കിൽ നമുക്ക് ഇത്രയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കാണുന്നില്ല, നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ടൈമിലാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂട്ടി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമ്മൾ കൂന്തലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ഇനിയും കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടാനുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഏകദേശം ഒരു 3-4 ടീസ്പൂൺ വരെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. തേങ്ങ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് കൂന്തലിൻ്റെ തലഭാഗവും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളില്ലേ, അതെല്ലാം ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് വെച്ചിരുന്നു. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിട്ടാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലക്ക്. നമ്മൾ പൊതുവേ ഇറച്ചിടിയിലാക്കുമ്പോൾ ഇറച്ചിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ മസാലക്ക്. അതുപോലെ തന്നെ ഈ കൂന്തലിൻ്റെ ഇതിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
ഏകദേശം ഒരു 10-15 മിനിറ്റ് വേണം കേട്ടോ നമുക്കിതൊന്ന് വെന്തിട്ടാൻ. ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ കൂന്തൽ നിന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഡ്രൈ ആയിട്ടാണ് മസാല ഉണ്ടാകുക. നമ്മൾ പൊതുവേ ഇറച്ചിടയിലാക്കുമ്പോൾ എല്ലാവർക്കും അറിയില്ലേ, ആ ഒരു മസാല പോലെ നമുക്ക് വേണ്ടത്. വെള്ളം ഉണ്ടാകാൻ വേണ്ടി പാടില്ല, നല്ലോണം ഒന്ന് ഡ്രൈ ആണ്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂന്തൽ നല്ലോണം വെന്തിന് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വേണം മസാല ഉണ്ടാവാൻ കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ തന്നെ മസാല ആക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പില ചപ്പും കൂടിയിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിയിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പം തന്നെ നല്ലൊരു മണമുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മല്ലിയിലെല്ലാം ഇട്ടാൽ. അപ്പോൾ മസാലയൊക്കെ ആക്കുമ്പോൾ മല്ലിയിലൊക്കെ നിർബന്ധമാണ് കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിന് ചൂട് ആറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്നൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ആക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒന്ന് ചൂടൊക്കെ ആറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മസാല ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാ മസാല ഞാൻ ചെറിയൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഇതാ നമുക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ കൂന്തലിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ക്ലീൻ ആക്കിയാൽ നല്ല വൈറ്റ് നിറമല്ലേ, അപ്പോൾ നമ്മൾ മുളകും മഞ്ഞളൊക്കെ പുരട്ടിയത് കൊണ്ട് തന്നെ ഒരു ചുവപ്പ് നിറമാണ് കേട്ടോ കൂന്തലിനുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് നരയ്ക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് തിന്നാനുള്ള ആ ഒരു എന്താ പറയുക ഒരാഗ്രഹം തോന്നും കേട്ടോ, അതിൻ്റെ ആ ഒരു മണമെല്ലാം വരുമ്പോൾ. അപ്പോൾ ഞാൻ 1-2 തവണ ആക്കിയിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഈ പ്രാവശ്യം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മസാല നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ആക്കേണ്ടത്. ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിളി വെച്ചിട്ട് ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇങ്ങനെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക രസമുണ്ട് കേട്ടോ കാണാൻ. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ ഫില്ലാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. കൂന്തൽ നമ്മൾ എന്താ പറയുക ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചതല്ല, അപ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ ഇങ്ങനെ എണ്ണ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് സമയം ഇങ്ങനെ വെള്ളം പൊട്ടിത്തെറിക്കും കേട്ടോ, അധിക സമയമൊന്നും ഉണ്ടാവില്ല. ആ പൊട്ടിത്തെറി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ മൂടി തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും കൂന്തലൊന്ന് ഫ്രൈ ചെയ്യരുത് കേട്ടോ, കാരണം നമ്മളിത് വേവിക്കാണ്ട് പൊരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് വെന്ത് കിട്ടണം കേട്ടോ. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ചു വെക്കുക, ഇടയ്ക്കിടയ്ക്ക് തുറക്കുക. ആ ഒരു രീതിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതാ ആ ഒരു രീതിയാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വറ്റുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കൂന്തൽ നിറച്ചത് ആയിന് കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നിങ്ങളിങ്ങനെ കമൻറ്റെല്ലാം പറയുമ്പോഴാണ് നമുക്ക് പിന്നെയും ഓരോ റെസിപ്പി ആക്കാനെല്ലാം തോന്നുക. പിന്നെ നമ്മൾ ആക്കിയതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളുടെ കമൻറ്റിൽ കാണുമ്പോൾ എന്നിട്ട് നമുക്ക് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് അറിയിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എന്നാലേ എനിക്ക് എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ആ ഒരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി ഞാൻ ഏത് റെസിപ്പി ഇടണമെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ ഞാൻ ആ റെസിപ്പി ഇടുന്നതായിരിക്കും കേട്ടോ.